നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത യൂത്ത് ലീഗ് പ്രവർത്തകൻ പി.കെ. മുഹമ്മദ് ഖാസിം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. പോലീസ് സ്വീകരിച്ച നടപടികൾ അറിയിക്കാനാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പോലീസിനോട് നിർദ്ദേശിച്ചത്. 2 ആഴ്ചയ്ക്കകം അറിയിക്കാനാണ് കോഴിക്കോട് റൂറൽ എസ്.പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന്റെ ദിവസമാണ് വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. പി.കെ. മുഹമ്മദ് ഖാസിം എന്ന യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിലായിരുന്നു പോസ്റ്റ്. തന്റെ പേരിൽ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും അതിന് പിന്നിലുള്ളവരെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് ഖാസിം അന്നുതന്നെ വടകര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷിക്കുന്നതിന് പകരം ഖാസിമിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത്. ഖാസിമിനെ ചോദ്യം ചെയ്യുകയും ഫോൺ പരിശോധിക്കുകയും ചെയ്തുവെങ്കിലും തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ചായിരുന്നു വിവാദ സ്ക്രീൻഷോട്ട്. തന്റെ പേരിൽ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖാസിം SP-ക്കും DGP-ക്കും പരാതി നൽകിയെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയില്ല. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു. ഇതിനിടെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഖാസിം തീരുമാനിക്കുകയായിരുന്നു. കാഫിർ പ്രയോഗമുള്ള വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ MLA KK ലതികയുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ഉണ്ടായി. എന്നാൽ എന്ത് നടപടിയാണ് പോലീസ് ഇതിനെക്കുറിച്ച് എടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 1 മാസത്തിൽ 4 തവണയെങ്കിലും പോലീസിനെ വിമർശിക്കാനേ ഹൈക്കോടതിക്ക് നേരമുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനു മുൻപും പല കാര്യത്തിലും ഹൈക്കോടതി പോലീസ് ഉദ്യോഗസ്ഥരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. ഒരു സാധാരണ വക്കീലിനോട് അല്ലെങ്കിൽ ഒരു അഭിഭാഷകനോട് പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനോട് അല്ലെങ്കിൽ പരാതിയുമായി വരുന്ന ജനത്തോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നടക്കമുള്ള ചോദ്യം ഇതിനു മുൻപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചിരുന്നു. ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഒരു കേസിന് കൈകാര്യം ചെയ്തത് എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഭാവി കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുക എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്ത് സുരക്ഷയാണ് ഒരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. എന്തായാലും നിലവിൽ വീണ്ടും ഹൈക്കോടതി ഒരു പോലീസിനെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ ഒരു വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും തുടർ നടപടികൾ എന്തായിരിക്കും പോലീസിന്റെ പ്രതികരണം, അതിനെന്തായിരിക്കും ഹൈക്കോടതിയുടെ പ്രതികരണം എന്നടക്കമുള്ളവ കണ്ടറിയാം.